മാത്യു വാക്കർ എന്ന് പറയുന്ന റോദന കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും ആ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം എഴുതിയിട്ടില്ല, വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ സെല് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിനെ കുറിച്ച് കേട്ടവർ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ കേട്ടവരുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊന്നും അറിയാത്തവരുണ്ടായിരിക്കും. എനിവേ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ പുസ്തകം ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ പറയാം. നമ്മൾ ഏറ്റവും കമ്മിയായിട്ട് ഇറങ്ങുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ആയുസ് കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. നമ്മുടെ ഉറക്കക്കുറവ് എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ഹെൽത്തെയും ശാരീരിക ആരോഗ്യത്തിനെയും ഒക്കെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നത് നമ്മൾ പല പല വീഡിയോസിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വൈ വി സ്ലീപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എനിവേ, വെൽക്കം ടു ജസ്റ്റ്. മാത്യു വാക്കർ എന്ന് പറയുന്ന ഓഥറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയിട്ടുള്ള വൈ വി സ്ലീപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പുസ്തകത്തിനെ കുറിച്ച് കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കേട്ടവരും കേൾക്കാത്തവരും വായിച്ചവരും വായിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യപ്പെട്ടുള്ള പുസ്തകമാണ് വൈ വി സ്ലീപ്പ് എന്ന് പറയുന്നത്. ഉറക്കത്തിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. എപ്പോൾ ഉറങ്ങണം, എങ്ങനെ ഉറങ്ങണം, എന്തൊക്കെ ഒഴിവാക്കി അതിനൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഉറക്കം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അദ്ദേഹം പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, എല്ലാവരും ഏറ്റവും വിശ്വസിക്കപ്പെട്ട കോട്ട്. പുസ്തകം ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കമ്മിയായിട്ട് ഇറങ്ങുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ആയുസ് കുറയുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഉറക്കം എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട്, ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വൈ വി സ്ലീപ്പ് എന്ന പുസ്തകത്തിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമുക്കറിയാം, ഉറക്കം കൂടിയാലും പ്രശ്നമാണ്, ഉറക്കം കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. എല്ലാവർക്കും അറിയുന്ന കാര്യം. കുറെ പേരുടെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് എനിക്ക് ഉറക്കമേ ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ കിടന്നാലും ഒരുപാട് സമയം എടുക്കണം ഉറങ്ങാത്തതിന്റെ പേരിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട് അറിയുന്നുണ്ടായിരുന്നു. ചിലർക്ക് എപ്പോ കിടന്നാലും ഉറക്കമാണ്, ബെഡ് കണ്ടാ അവിടെ കിടക്കണം, അല്ലെങ്കിൽ എവിടെ ഏത് സ്ഥലത്ത് കൊണ്ട് കിടത്തിയാലും ഉറങ്ങിക്കോളും, സുഖമായിട്ട് ഉറങ്ങിക്കോളും. അങ്ങനെ കുറെ പേരുണ്ട്. ഉറക്കം കൂടുതലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറെ പേരുണ്ട്. എനിവേ, ഈ ഉറക്കം കൂടുതലുണ്ടായാലും എന്താണ് പ്രശ്നം, കുറഞ്ഞാലും എന്താണ് പ്രശ്നം, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കവും നമ്മുടെ മെന്റൽ ഹെൽത്തും ഇത് തമ്മിൽ നല്ലോണം പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പരസ്പരം ഈക്വൽ ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്, പ്രപ്പോർഷണേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഉറങ്ങുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉറക്കം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. ഉറക്കം നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും പറയുന്നത്. ഇപ്പോ സ്റ്റഡീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാര്, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാര്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ മെന്റലുമായിട്ട് അല്ലെങ്കിൽ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നവർക്ക് ഉറക്കം കൂടുതൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അതുപോലെ ആൻസൈറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ വരുന്നവർക്കൊക്കെ ഈ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആവാത്തവരൊക്കെ ഈ ഉറക്കക്കുറവുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി പ്രോബ്ലംസ്, ഡിപ്രഷന്, അങ്ങനത്തെ ഒത്തിരി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഉറങ്ങുന്നു അത്രത്തോളം ഹെൽത്തി ആയിരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഇല്ലേ, ഡോപമൈൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങാത്ത പക്ഷം നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒന്നും ഇൻക്രീസ് ആവില്ല, പ്രൊഡക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഉന്മേഷക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും ഇല്ല, നമ്മുടെ മുഖത്തൊക്കെ ഒരു ഗ്ലൂമി ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കണ്ണാണെന്നുണ്ടെങ്കിൽ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒട്ടും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഒട്ടും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനൊന്നും നമുക്ക് പറ്റി. ആരെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ നീ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് നിന്റെ ഫേസിൽ എന്നുള്ളത് ആരെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ പറയും. ആ ഒരു ഉന്മേഷത്തോടെ ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ചെയ്യണം, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കണം, എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാനായിട്ട് നോക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മുടെ ശാരീരിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ഉറങ്ങുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ എല്ല് വളർച്ച, ബോൺ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള
കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ ഇടയിലാണ് കേട്ടോ. ഉറങ്ങുമ്പോഴാണ് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ബോൺ ഗ്രോത്ത്, അതുപോലെ തന്നെ ഫാറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉറങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഉറങ്ങാണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നുണ്ടാവുക. ഫാറ്റ് ലോസ് സംഭവിച്ചോ? ഇല്ല, നമ്മൾ ഒബേസിറ്റി വരും. ഇപ്പൊ നമ്മൾ അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ നമ്മൾ ഉറങ്ങാണ്ടാവുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒബേസിറ്റി വരും, അതുപോലെ തന്നെ കാർഡിയാക് പ്രോബ്ലംസ്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ലെവലിൽ അത് ബാധിക്കും. നമുക്ക് ഒട്ടും ഒരു ഇമ്മ്യൂണിറ്റി ലെവല് നല്ലോണം കമ്മിയായിട്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ നമ്മുടെ ശാരീരിക ആരോഗ്യം നന്നായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഉറങ്ങേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഉറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ബോൺ ഗ്രോത്ത് സംഭവിക്കില്ല, ഫാറ്റ് ലോസ് സംഭവിക്കില്ല, ഒബേസിറ്റി വരും, കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും, അറ്റാക്ക് ഒക്കെ വന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ലെവൽ നല്ലോണം കുറയും. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നല്ലോണം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഉറക്കത്തിന്റെ ഇടയിൽ നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹെൽത്തി സ്ലീപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വൈബി സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു റിസർച്ചിൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഉറക്കം ഉണ്ടെന്നാണ് പറയുന്നത്. REM എന്ന് പറയും, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ്. അതാണ് REM-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഒന്ന് അതാണ്. രണ്ടാമത്തത് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്, നോൺ REM എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും 2 ലെവലാണ്. ഈ REM എന്ന് പറയുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ഇതില് നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഐ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തട്ടി വിളിച്ചാൽ ഈ പൂച്ചുറക്കം എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് തട്ടി വിളിച്ച് വേണം അടിയിച്ചോളും, അങ്ങനത്തെ ഒക്കെ ഒരു ഉറക്കമില്ലേ, അതൊക്കെ ഇതിൽ പെടുന്നുണ്ടാവും. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതില് നമ്മൾ പെട്ടെന്ന് ഉറങ്ങുമ്പോൾ ഷടേന്ന് വന്ന് ഉറങ്ങുമ്പോഴും, അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അത്യാവശ്യം വേറെ ലെവലിലോട്ട് മാറിയിട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പിലോട്ട് മാറും. അതുപോലെ നമ്മൾ സ്വപ്നം കാണുന്നത് വളരെ കുറവായിരിക്കും, തിങ്കിങ് ലെവൽ വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തട്ടി വെച്ചപ്പോൾ നമ്മൾ അറിയില്ല, ഒരു ഗാഠമായിട്ടുള്ള ഒരു നിദ്ര എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലായിരിക്കും ഈ ഒരു നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റിലെ സ്ലീപ്പ് എന്ന് പറയുന്നത്. മറ്റേതില് റാപ്പിഡ് ഐ മൂവ്മെന്റിൽ നമുക്ക് അത്യാവശ്യം കണ്ണപ്പരങ്ങുന്ന ഒരു ലെവലിലായിരിക്കും, വേഗം എണീക്കുന്ന ഒരു ലെവലായിരിക്കും. അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് അത്യാവശ്യം ഒരു മീഡിയം ലെവലെങ്കിലും ഓൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് അത്യാവശ്യം കൂടുതലായിരിക്കും, നമുക്ക് അത്യാവശ്യം തിങ്കിങ് ലെവൽ ഉണ്ടായിരിക്കും. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലും മറ്റേ കാര്യങ്ങളൊക്കെ മറ്റേ സ്റ്റേജിലാണ് നടക്കുന്നത്. ഇതിൽ ഏത് സ്ലീപ്പാണ് ഗുഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് നല്ലൊരു ഒന്നും അറിയാണ്ട് നമ്മൾ ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ലേണിംഗ് ലെവലൊക്കെ അത്യാവശ്യം കൂട്ടാൻ ആ ഒരു സ്ലീപ്പ് തന്നെയാണ് വെച്ചെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്ലീപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം വെച്ചാലൊക്കെ നീക്കാറ് പുറമെ നടക്കുന്ന ഒന്നും അറിയാൻ തോന്നുന്നത് അത് അത്യാവശ്യം നല്ലതാണെന്ന് പക്ഷെ പറയാൻ പറ്റില്ല. അപ്പൊ സ്റ്റഡീസ് ഇതിനെ കുറിച്ച് ഒരു ഫൈനൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റഡീസിലേക്ക് എത്തിയിട്ടില്ല, കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ ഇതിൽ ഏത് സ്റ്റേജിലാണ് എപ്പോഴും ഉറങ്ങാറുള്ളത് നമ്മൾ നോക്കുന്നത്. ചില സമയത്ത് നല്ലോണം ക്ഷീണമുള്ള സമയത്ത് അല്ലെ. എന്തായാലും നമുക്ക് 2 ലെവൽ ഓഫ് സ്ലീപ്പാണുള്ളത്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്. പിന്നെ നമുക്ക് ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തെറ്റിദ്ധാരണകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും കാര്യം. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ എത്ര ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല, ഉറക്കം കുറവൊന്നുമില്ല, ഉറക്കം കൂടുതൽ തന്നെയല്ലേ, പിന്നെ പ്രശ്നമൊന്നുമില്ല, ഉറക്കം നല്ലതല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 അടിച്ചിട്ട് കിടക്കാം, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാലോ, ഒന്നും ആലോചിക്കാണ്ട് ഉറങ്ങാറില്ല, അടിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് മദ്യപാനം ഒരു വിഷയമല്ല, ആൽക്കഹോളിക് ഒന്നും ഒരു വിഷയമില്ലാന്ന് പറഞ്ഞിട്ട് പേരുണ്ട്. അതുപോലെ തന്നെയുള്ള വേറൊരു വിഷയമാണ് കൂർക്കം വലിച്ച് ഉറങ്ങുന്നത്. നമ്മൾ ആസ്വദിച്ച് ഉറങ്ങണം. കൂർക്കം വലിച്ചുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള വിഷയങ്ങളാണ്. ഇതിനൊക്കെ നെഗറ്റീവ് വശങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ നല്ലോണം കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ നല്ലോണം ചാൻസ് ഉണ്ട്. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരും നല്ലോണം കൂർക്കം വലിച്ച് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഈ കൂർക്കം വലി മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂർക്കം വലി തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ സ്ഥിരം ഉറങ്ങുന്ന രീതിയിൽ ഒന്ന് സൈഡ് ചെരിഞ്ഞൊക്കെ ഉറങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വായു അടച്ച് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും. മരണമൊക്കെ കടന്ന് പ്രമാണ വായു പൊളിച്ച് കുറക്കുമ്പോഴാണ് നമുക്ക് ഈ കൂർക്കം വലി കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ ഉറക്കത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ നമുക്ക് കൂർക്കം വലി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഈ
മദ്യപാനം, രണ്ടെണ്ണം അടിച്ചിട്ട് കാരണം സുഖമായിട്ട് ഉറങ്ങാന്ന് പറയുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ നമുക്ക് 1-2 ദിവസം ഉറങ്ങാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മളിത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയം എന്താ വെച്ചാൽ ഉള്ള അർത്ഥങ്ങൾ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വെറും മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത്. ഉള്ള അർത്ഥം കൂടെ കളയാണ്ട് ഇപ്പൊ ഉറങ്ങുന്ന പോലെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങിയാൽ മതി. വേറൊരു വിഷയമാണ് നമ്മുടെ ഉറക്കം കൂടുതലുള്ള വിഷയം. ഉറക്കം കൂടുതൽ വന്ന പ്രശ്നമാണ്. അങ്ങനെ കമാന്ന് നമുക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ ഉറങ്ങാൻ നിൽക്കരുത്. നമ്മുടെ ഒരു മനുഷ്യന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉറക്ക സമയം മിനിമം ഒരു 6 മണിക്കൂറാണ്, കൂടിപ്പോയ 10 മണിക്കൂറാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രായക്കാരും അഡോളസെൻസ്, അതുപോലെ യുവാവുകള്, അതുപോലെ നമ്മള് അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് കണക്കുള്ളത്. കുഞ്ഞുവാവുകളൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങുന്ന കുഞ്ഞുവാവുകളൊക്കെ ഉണ്ട്. അത് അവരുടെ ഹെൽത്തിനാണ് നല്ലത്. അപ്പോൾ നമ്മള് ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ലോണം അധ്വാനിക്കുന്നവരാണ്, കഠിന അധ്വാനികളാണ്, 10 മണിക്കൂറിനുള്ളിൽ വരെ ഒരു 6-7-8 മണിക്കൂർ ഉറങ്ങിയാലും വലിയ വിഷയമൊന്നുമില്ല. കൂടുതൽ ഉറങ്ങാൻ ഓക്കെ. അപ്പോ ഈ ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്ന റെസ്റ്റ് ആണ് പ്രധാനമായിട്ട്. നമ്മൾ അധ്വാനിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് റെസ്റ്റ് കൊടുക്കുക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ അധ്വാനത്തിനനുസരിച്ച് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു ഉറക്കം കിട്ടാൻ എന്തൊക്കെ ചെയ്യണം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് 2 മണി 3 മണിക്കൊന്നും ഉറങ്ങാൻ നിൽക്കരുത്. നമ്മൾ എപ്പോഴും ഒരു ഉറങ്ങാനായിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം. രാവിലെ എണീക്കാനും രാത്രി ഉറങ്ങാനും കറക്റ്റ് ആയിട്ട് റുട്ടീൻ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വന്നോളും. ഒരാഴ്ച നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഉറക്കം വന്നോളും. അതുപോലെ തന്നെ നമ്മൾ ബെഡ് ടൈം റുട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ചിലർ കിടക്കാൻ നേരം ഫ്രഷ് ആവുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, കിടക്കാൻ നേരം ഫ്രഷ് ആവാൻ നോക്കരുത്. ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഫ്രഷ് ആവാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ കിടക്കാൻ നേരം ഫ്രഷ് ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണത്. അപ്പൊ ചെറു ചൂടുവെള്ളത്തിലൊന്ന് ഫ്രഷ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ കാം മ്യൂസിക് കേൾക്കുക, കാമായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. വായിക്കുന്നത് നല്ലതാണ്, 2 പേജ് വായിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് നമ്മൾ സ്ലീപ്പിംഗ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക. ആ ഒരു ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം തണുത്താലും നല്ലോണം ചൂടായാലും കിടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു നല്ലൊരു ടെമ്പറേച്ചറിൽ റൂം സെറ്റ് ചെയ്ത് വെക്കുക. ലൈറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമല്ല, ലൈറ്റ് ഇട്ട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാമായിട്ടുള്ള ലൈറ്റ് കീപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ വൃത്തിക്ക് കൊണ്ടുതാണ്. നമ്മളാണെന്നുണ്ടെങ്കിലും ബെഡ് കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും വൃത്തിക്ക് കീപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ നിക്കോട്ടിൻ, ആൽക്കഹോൾ, കഫേ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മള് കിടക്കുന്നതിന് മുന്നേ കഴിക്കരുത്. മിനിമം 2 മണിക്കൂർ മുന്നെങ്കിൽ കഴിച്ചാൽ മതി. കിടക്കാൻ നേരം കഴിക്കരുത്. എന്ത് കഴിച്ചാലും ഉറങ്ങുന്നവരാക്കുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഉറക്കം കിട്ടാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നിക്കോട്ടിൻ, കഫീൻ, ആൽക്കഹോൾ പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നമ്മള് ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിടക്കാൻ നേരം ഫോൺ ഉപയോഗിച്ചിട്ട് ഉറങ്ങരുത്. ഇപ്പൊ ഉറക്കമേ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും ദ്രോഹമാണ് ചെയ്യുന്നത്. ഒന്നാമതേ ഉറക്കം കിട്ടുന്നില്ല, അതിന്റെ ഇടയിൽ വീണ്ടും ഫോൺ ഉപയോഗിച്ച് ഒട്ടും ഉറക്കം കിട്ടത്തില്ല. കാരണം ഈ ബ്ലൂ ലൈറ്റ് നമുക്ക് ഉറക്കം കിട്ടാണ്ടിരിക്കാനുള്ള വലിയൊരു പ്രശ്നമാണത്. ഉറക്കം കിട്ടില്ല. അപ്പൊ നമ്മൾ 1 മണിക്കൂർ മുന്നെങ്കിൽ ഫോൺ മാറ്റി വെക്കുക. ആ ലൈറ്റ് അടിച്ച് പാടി കിടന്നാലും നമുക്ക് ഉറക്കം കിട്ടില്ല. ഉറക്കം വരുന്നില്ല എന്ന് വിചാരിച്ച് ഫോണിൽ അടിച്ച് നിൽക്കരുത്. വേറെ എന്തെങ്കിലും ചെയ്യാൻ കാമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. ഉറക്കം വന്നോളും. ഓക്കെ, അപ്പൊ ഫോണേക്കാൾ ഇതൊന്നും മാറ്റി വെക്കുക. കിടക്കാൻ നേരം ഫോൺ ഉപയോഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് കാര്യങ്ങളിലേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളയരുത്. നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച ഫോളോ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമാണ് കറക്റ്റ് അവർ ട്രാക്ക് ചെയ്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ.